ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. ഇനി എങ്ങനെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും? ഞാൻ എന്തു പറയും? ഇതൊക്കെയായിരുന്നു വീട്ടിലേക്കുള്ള വണ്ടി കയറുമ്പോൾ അവൻ്റെ ചിന്ത. ഒരാവശ്യവുമില്ലാതെയാണ് അപ്പൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതിന്ന് അവന് നല്ല ബോധ്യമുണ്ട്. എല്ലാം നഷ്ടമാക്കി കളഞ്ഞിട്ടാണ് അവൻ്റെ വരവ്. പക്ഷേ വാതിക്കൽ നിൽക്കുന്ന അപ്പൻ്റെ മുഖം കണ്ടപ്പോൾ അവൻ ആശ്വാസമായി. പഴയ സ്നേഹത്തോടെ തന്നെ അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മകനെ സ്വീകരിച്ചു. പഴയ സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞുപോയില്ല എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്ന് വെളിപാട് 2:4 പറയുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത്? യിരെമ്യാവ് 2:5 ചോദിക്കുന്നു. ചോദ്യങ്ങൾ ഒത്തിരി പഴയതാണെങ്കിലും ഇന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നൊരു ചോദ്യമാണത്. എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാ നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കുറവുണ്ടായിട്ടാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നിനക്ക് ഈ ഇടയായിട്ട് പഴയതുപോലെ ഒരു സ്നേഹവുമില്ല. ഇങ്ങനെ പോകുന്ന ചോദ്യങ്ങളും പരാതികളും വെറും തോന്നലുകളല്ല ഈ പരാതികളുടെ അടിസ്ഥാനം. പണ്ട് പ്രണയത്തിൻ്റെ കാലത്തും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരുകൾ ഇന്ന് നാവിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. കുട്ടികളായിരുന്നപ്പോൾ കാണിച്ചിരുന്ന അത്ര പോലും ഉത്തരവാദിത്വം ഇന്ന് പ്രായമായപ്പോൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇല്ലാതായിരിക്കുന്നു. എല്ലാ ദിവസവും വിളിച്ച് സൗഹൃദം പുലർത്തിയിരുന്ന പല സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പർ ഇന്ന് ഉപയോഗമില്ലാതായിരിക്കുന്നു. ബാല്യത്തിലും ചെറുപ്പത്തിലും ദേവാലയത്തിലേക്ക് ഓടിയെത്താൻ കാണിച്ചിരുന്ന ഉത്സാഹം ഇന്ന് നഷ്ടമായിരിക്കുന്നു. എല്ലാത്തിനും കാരണം ഒന്ന് മാത്രം: ആ പഴയ സ്നേഹം നഷ്ടമായിരിക്കുന്നു. നഷ്ടമായ സ്നേഹം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. നോമ്പൊരു മടക്കയാത്രയാണ്, ആ പഴയ സ്നേഹത്തിലേക്കുള്ള യാത്ര. വാതിലുകളിൽ തിരിച്ചുവരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരപ്പനോ ജീവിത പങ്കാളിയോ സുഹൃത്തോ ഒക്കെ ഉണ്ടായേക്കും. പഴയ സ്നേഹത്തിലേക്ക് മടങ്ങുക എന്നതാണ് പ്രധാനം. 99 പേർ കൂട്ടിനുണ്ടെങ്കിലും നഷ്ടമായ ആ ഒരാളുടെ സ്നേഹത്തെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നോമ്പിൻ്റെ അർത്ഥം? ആരുടെ ഭാഗത്താണ് തെറ്റുപറ്റിയതെന്ന് ഇഴകേറി പരിശോധിക്കാനുള്ള കാലമല്ല ഇത്. പരിഭവങ്ങൾ മാറ്റിവെക്കാം, പിണക്കങ്ങൾ വേണ്ടെന്ന് വെക്കാം, സ്നേഹിക്കാൻ വീണ്ടും പഠിക്കാം. ആ പഴയ സ്നേഹം വീണ്ടെടുക്കാൻ അത് മാത്രമാണ് മുന്നിലുള്ള മാർഗം. നമുക്ക് ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വൈകരുതിനി യേശുവെ കണ്ട നാളിലെ ചൂട് നിന്നുള്ള